ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും ഭംഗിയിലും വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് സ്ട്രോബെറി ഐസ്ക്രീം. കിഡ്സിൻ്റെ ഫേവറേറ്റാണ്. ഇപ്പോൾ സ്ട്രോബെറിയുടെ ഒരു സീസണാണ്. എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് സ്ട്രോബെറി എടുത്തു വച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കാം. നല്ല പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം. പിന്നീട് ഞാനിവിടെ ഒരു 400 ml വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫാക്കി എടുക്കണം. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഫ്രഷ് ക്രീം എടുത്താലും മതി, അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുത്താലും മതി. നല്ല സ്റ്റിഫാകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ അരച്ച് വെച്ച സ്ട്രോബെറിയുടെ പേസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 ടിൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഷുഗർ ആഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് ഒരു 1 ടീസ്പൂൺ സ്ട്രോബെറി എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ഡ്രോപ്സ് പിങ്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തത്. പിങ്ക് കളർ അത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്ട്രോബെറി ജെല്ലി ക്രഷും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ അടപ്പ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ 8 മണിക്കൂറോളം നമുക്കത് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. ഇല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനും എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഷോപ്പിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ ഐസ്ക്രീം റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.